എന്താ സംഭവം? ആ കേക്കട്ടെ. 8 വർഷം മുൻപ് പോലീസിനെ കുറിച്ച് നാടിനും നാട്ടുകാർക്കും ഉണ്ടായിരുന്ന പ്രതികരണമോ ധാരണയോ അല്ല ഇന്ന് സമൂഹത്തിലുള്ളത്. ആണോ? ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. ഏത് കാര്യത്തിനും ഏതൊരാപൽഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സേന ഏത് കാര്യത്തിനും ഏതൊരാപൽഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സേന. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് തകരാറിലായതിന് കേസെടുത്ത് പോലീസ്. മൈക്ക് തകരാറിലായി പ്രസംഗം തടസ്സപ്പെട്ടത്. തകരാറിന്റെ കാരണം കണ്ടെത്താനാണ് കേസെന്നാണ് വിചിത്ര നടപടിക്ക് പോലീസിന്റെ വിശദീകരണം. അയ്യോ കഴിഞ്ഞില്ല നിന്റെ ഒരു കോമഡിയോട് പറഞ്ഞടാ, ഇവരൊക്കെ ചിരിക്കട്ടെ. അയോധ്യയിലെ ദശരഥപുത്രൻ രാമനും പെറ്റിയടിച്ച് കേരള പോലീസ്. സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തതിനായിരുന്നു ചടയമംഗലം പോലീസ് രാമന് പെറ്റിയടിച്ചത്. അച്ഛന്റെ പേര് ദശരഥൻ. സ്ഥലം അയോധ്യ. എനിക്ക് പലത് ഓർമ്മ വരുന്നു. ദശരഥപുത്രൻ രാമന്റെ പേരിൽ 500 രൂപയുടെ പെറ്റി എഴുതി നൽകിയ കാര്യം ചടയമംഗലം പോലീസും സമ്മതിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കാറിന്റെ മുൻസീറ്റിൽ യാത്ര ചെയ്ത യുവാവും സംഘവുമാണ് രാമന്റെ മേൽവിലാസം പറഞ്ഞ് കബളിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. നിയമലംഘനം ചോദ്യം ചെയ്തപ്പോൾ യുവാക്കൾ കയർത്തൊന്നും മേൽവിലാസ രേഖകൾ നൽകാൻ തയ്യാറായില്ലെന്നും പോലീസ് വിശദീകരിച്ചു. തുടർന്ന് യുവാവ് പറഞ്ഞ മേൽവിലാസത്തിൽ രസീത് നൽകി പെറ്റി വാങ്ങുകയായിരുന്നു. ഇന്ന് ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ മാത്രമാണ് കബളിപ്പിക്കപ്പെടുകയാണെന്ന് മനസ്സിലായതെന്നും പോലീസ് വിശദീകരിച്ചു. അതേസമയം ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടി ആരിൽ നിന്നും പണം ഈടാക്കുന്ന പോലീസ് നടപടിയുടെ ഉദാഹരണമാണ് ചടയമംഗലം സംഭവമെന്ന വിമർശനമാണ് നവമാധ്യമങ്ങളിൽ ഉയരുന്നത്.